നമസ്കാരം. ശത്രുവിന്റെ താവളത്തിൽ ചെന്ന് അവരുടെ കണ്ണു വെട്ടിച്ച് വിവരങ്ങൾ ചോർത്തുന്ന നിഗൂഢതയും യുദ്ധഭൂമിയിൽ ചടുലമായ നീക്കങ്ങളിലൂടെ വിജയം പിടിച്ചെടുക്കുന്ന പരാക്രമണവും ഒത്തുചേരുന്ന വ്യക്തിത്വമാണ് അജിത് ഡോവൽ. അതെ, ഇന്ത്യയുടെ അഭിമാനം. ആധുനിക ഇന്ത്യയുടെ സുരക്ഷാ ചരിത്രത്തിൽ ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള ബുദ്ധി കൊണ്ടും അസാമാന്യമായ ധീരത കൊണ്ടും അത്ഭുതങ്ങൾ തീർത്ത ഈ മനുഷ്യനെ ഭാരതത്തിന്റെ വജ്രായുധം എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാനാവുക. പാകിസ്ഥാന്റെ ഹൃദയഭൂമിയിൽ ഒരു ചാരനായി 7 വർഷം ഒളിവിൽ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ അസാമാന്യമായ ആത്മബലവും സുവർണക്ഷേത്രത്തിലെ ഭീകരർക്കിടയിലേക്ക് ISI ഏജന്റായി വേഷം മാറി കടന്നു ചെന്ന സാഹസികതയും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷാ ഏജന്റുമാരുടെ നിരയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയ ഘടകങ്ങളാണ്. നിശബ്ദമായ കരുത്തോടെ ശത്രുവിന്റെ കോട്ടകൾ തകർക്കുന്ന ആധുനിക കാലത്തെ ചാണക്യൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരു IPS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തുടങ്ങി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന പദവിയിൽ എത്തി നിൽക്കുമ്പോൾ കേവലം ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി രാജ്യത്തിന്റെ സുരക്ഷാ കവചമായി ഒരു വ്യക്തി മാറിയിരിക്കുകയാണ്. സർജിക്കൽ സ്ട്രൈക്കിലൂടെ നയതന്ത്ര നീക്കങ്ങളിലൂടെയും ശത്രു രാജ്യങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയ അദ്ദേഹത്തിന്റെ ഓരോ പരാക്രമണങ്ങളും ഇന്ത്യയുടെ കരുത്തിന്റെ അടയാളങ്ങളായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടത്. ഇപ്പോൾ ദുരന്തർ സിനിമയിലെ പാകിസ്ഥാനിലേക്ക് എത്തുന്ന ഇന്ത്യൻ ചാരന്റെ കഥ പറയുമ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അജിത് ഡോവൽ എന്ന ഇന്ത്യയുടെ വജ്രായുധത്തെ കുറിച്ച് തന്നെയാണ്. അതിലേക്ക് വരാം. ഇന്ത്യയുടെ 5ാമത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് കുമാർ ഡോവൽ രാജ്യത്തിന്റെ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനായും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനായ സുരക്ഷാ ഉപദേഷ്ടാവായും രാജ്യത്തെ സേവിക്കുകയാണ്. സൈനിക ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള തന്ത്രങ്ങൾ കൊണ്ട് ശത്രുക്കളെ നേരിടുന്ന അദ്ദേഹത്തെ ഇന്ത്യയുടെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒട്ടും അതിശയോക്തിയേയില്ല. അജിത് ഡോവലിന്റെ കരിയറിലെ ഏറ്റവും സാഹസികമായ കാലഘട്ടം പാകിസ്ഥാനിൽ ഒളിവിൽ കഴിഞ്ഞ 7 വർഷങ്ങൾ തന്നെയാണ്. ഒരു മുസ്ലിം വേഷധാരിയായി പാകിസ്ഥാനിലെ ലാഹോറിൽ താമസിച്ച് ഇന്ത്യക്ക് ആവശ്യമായ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ ഈ ചാരപ്രവൃത്തി പാകിസ്ഥാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല എന്നത് ഡോവൽ എന്ന സ്പൈ മാസ്റ്ററുടെ മികവിന്റെ തെളിവാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ സമയത്ത് ഒരു ISI ഏജന്റായി വേഷം മാറി പ്രവേശിച്ച് ഭീകരരുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയതും അദ്ദേഹത്തിന്റെ ധീരതയുടെ മറ്റൊരു അടയാളം തന്നെ. ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ ഡിഫൻസീവ് ഒഫൻസീവ് അഥവാ പ്രതിരോധാത്മക ആക്രമണം എന്ന പുതിയൊരു ശൈലി കൊണ്ടുവന്നത് ഡോവൽ എന്ന വ്യക്തിയാണ്. 2016 സർജിക്കൽ സ്ട്രൈക്കും 2019 ബലാക്കോട്ട് വ്യോമാക്രമണവും ഡോവൽ എന്ന തന്ത്രജ്ഞന്റെ ബുദ്ധിയിൽ വിരിഞ്ഞത് തന്നെയാണ്. ശത്രുക്കൾ ആക്രമിക്കുന്നത് വരെ കാത്തിരിക്കാതെ അവരുടെ താവളങ്ങളിൽ ചെന്ന് പ്രത്യാക്രമണം നടത്തുക എന്ന നയം ഇന്ത്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റമാണ് വരുത്തിയത്. ഇത് ഡോവൽ ഡോക്ട്രിൻ എന്ന പേരിൽ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട കാര്യങ്ങളുമാണ്. തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ വിമാനങ്ങളിലെ യാത്രക്കാരെ മോചിപ്പിക്കുന്നതിലും സിക്കിമിന്റെ ഇന്ത്യയുമായുള്ള ലയനത്തിലും അദ്ദേഹം നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. 2014 ഇറാഖിൽ ISIS ഭീകരരുടെ പിടിയിലായ 46 നഴ്സുമാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ അദ്ദേഹം നേരിട്ട് യുദ്ധഭൂമിയിലേക്ക് എത്തി നടത്തിയ ചർച്ചകളും ഇന്നും വളരെ അത്ഭുതത്തോടെയാണ് നയതന്ത്ര ലോകം നോക്കിക്കാണുന്നത്. സൈനിക ബഹുമതിയായ കീർത്തിചക്ര ലഭിച്ച ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അജിത് ഡോവൽ. ആധുനിക ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ പ്രധാനമന്ത്രിക്ക് നൽകുന്ന കൃത്യമായ ഉപദേശങ്ങളും അതിർത്തി തർക്കങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും അജിത് ഡോവലിനെ ഇന്ത്യയുടെ അജയ്യനായ കാവൽക്കാരനാക്കി മാറ്റുന്നുണ്ട്. ആയുധങ്ങൾ കൊണ്ട് നേടാൻ കഴിയാത്ത പല വിജയങ്ങളും തന്റെ ബുദ്ധിശക്തിയും ദൃഢനിശ്ചയവും കൊണ്ട് അദ്ദേഹം നേടിയെടുത്തു. നിശബ്ദനായിരുന്ന് ശത്രുവിനെ വീഴ്ത്തുന്ന ഇന്ത്യയുടെ സുരക്ഷാ കവചമായ ഈ മനുഷ്യൻ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ വജ്രായുധമെന്ന് എങ്ങനെയാണ് പറയാതിരിക്കുക. അജിത് ഡോവലിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉദ്വേഗഭരിതമായ 7 വർഷങ്ങളെ കുറിച്ചും അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഡോവൽ ഡോക്ട്രിൻ എന്ന പ്രതിരോധ നയത്തെക്കുറിച്ചും ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയിലെ സേവനത്തിനിടയിലാണ് അജിത് ഡോവൽ അതിസാഹസികമായ ഒരു ദൗത്യത്തിനായി പാകിസ്ഥാനിലേക്ക് അയക്കപ്പെടുന്നത്. അവിടെ ലാഹോറിലെ ഒരു പള്ളിക്ക് സമീപം താമസമുറപ്പിച്ച അദ്ദേഹം ഒരു സാധാരണ പാകിസ്ഥാനി പൗരനായി വേഷം മാറി 7 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഉറുദു ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യവും ഇസ്ലാമിക ആചാരങ്ങളിലുള്ള അറിവും ശത്രുക്കൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം സുരക്ഷയൊരുക്കി. ഈ കാലയളവിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളെ കുറിച്ചും അവരുടെ താവളങ്ങളെ കുറിച്ചും ഇന്ത്യക്ക് നിർണായകമായ വിവരങ്ങൾ അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. ഒരിക്കൽ പള്ളിയിൽ വെച്ച് ഒരാൾക്ക് ഡോവലിന്റെ ചെവിയിലെ ദ്വാരം കണ്ട് സംശയം തോന്നിയെങ്കിലും
അതായത് ഹിന്ദു ആചാരപ്രകാരം ചെവി കുത്തിയതായിരുന്നു ആ സംഭവം. അതായത് അദ്ദേഹത്തിന്റെ ചെവിയിൽ കുത്തിയ അടയാളം ഉണ്ടായിരുന്നു. തന്റെ മനോധൈര്യം കൊണ്ടും അതുപോലെ ബുദ്ധി കൊണ്ടും അദ്ദേഹം ആ സാഹചര്യത്തെ അതിജീവിച്ചിട്ടുണ്ട്. ഇന്നും ഇന്ത്യൻ ചാര സംഘടനകളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഓപ്പറേഷനുകളിൽ ഒന്നായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു. അടുത്തത് നമുക്ക് ഡോവൽ ഡോക്ടറിനിലേക്ക് വരാം. അതായത് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ ശൈലി അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ആ ശൈലിയാണ്. അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ചുമതലയേറ്റ ശേഷം ഇന്ത്യയുടെ വിദേശ പ്രതിരോധ നയങ്ങളിൽ വന്ന വിപ്ലവകരമായ മാറ്റമാണ് ഡോവൽ ഡോക്ട്രിൻ. മുൻപ് ഇന്ത്യ പിന്തുടർന്നിരുന്ന പ്രതിരോധം മാത്രം അല്ലെങ്കിൽ ഡിഫൻസീവ് എന്ന നയത്തിന് പകരം പ്രതിരോധാത്മക ആക്രമണം എന്ന ശൈലിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിന്റെ അർത്ഥം ഇന്ത്യ ആരോടും യുദ്ധത്തിന് പോകില്ല, എന്നാൽ ശത്രുക്കൾ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നുണ്ട് എങ്കിൽ അവർ ആക്രമിക്കുന്നതിന് മുൻപ് അവരുടെ താവളങ്ങളിൽ ചെന്ന് അവരെ തകർക്കുക എന്ന നയമാണ്. ശത്രുവിന്റെ രീതിയിൽ തന്നെ അവർക്ക് മറുപടി നൽകുക എന്നതായിരുന്നു ഇതിന്റെ കാതൽ പോലും. ഈ നയത്തിന്റെ ഏറ്റവും വലിയ തെളിവുകളായിരുന്നു മ്യാൻമാർ അതിർത്തിയിലെ ഭീകരവേട്ടയും പാകിസ്ഥാനിലെ സർജിക്കൽ സ്ട്രൈക്കും ബലാക്കോട്ട് വ്യോമാക്രമണവും ഒക്കെ. ലോകത്തിന് മുൻപിൽ ഇന്ത്യ ഒരു മൃദുവായ രാജ്യമല്ല എന്നും തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അതിർത്തികൾ ലംഘിച്ച് പ്രത്യാക്രമണം നടത്താൻ മടിക്കില്ലെന്നും ഡോവലാണ് തെളിയിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നിഴൽ യുദ്ധത്തിന് ഇന്ത്യ നൽകുന്ന ശക്തമായ മറുപടി കൂടിയായിരുന്നു ഈ ആക്രമണങ്ങളൊക്കെ. അജിത് ഡോവലിന്റെ ഈ തന്ത്രപരമായ നീക്കങ്ങൾ ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. ശത്രുവിനെ ശാരീരികമായി നേരിടുന്നതിനേക്കാൾ അവരുടെ സാമ്പത്തികവും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായ അടിത്തറ തകർക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സൈനിക ശക്തിക്കൊപ്പം തന്നെ ഇന്റലിജൻസ് വിവരങ്ങളും അതുപോലെ നയതന്ത്ര നീക്കങ്ങൾക്കും അദ്ദേഹം നൽകുന്ന പ്രാധാന്യം ഇന്ത്യയെ കൂടുതൽ സുരക്ഷിതമാക്കി നിർത്തി. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകിയിരുന്ന 370-ാം വകുപ്പ് റദ്ദാക്കിയ സമയത്ത് അജിത് ഡോവൽ നടത്തിയ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും നിർണായകമായ അധ്യായങ്ങളിൽ ഒന്നാണ്. 2019 ഓഗസ്റ്റിൽ ഈ ചരിത്രപരമായ തീരുമാനം സ്വീകരിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഡോവൽ ഇതിനായുള്ള പശ്ചാത്തലം ഒരുക്കിയിരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം. കശ്മീരിൽ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം നേരിട്ട് താഴ്വരയിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയുണ്ടായി. സൈനിക ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടവുമായി അദ്ദേഹം നിരന്തരം ചർച്ചകളും നടത്തി. ഈ തീരുമാനത്തിന് പിന്നാലെ കശ്മീരിലെ ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം വളർത്താൻ അദ്ദേഹം സ്വീകരിച്ച രീതി ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. കശ്മീരിലെ തെരുവുകളിൽ സാധാരണക്കാർക്കൊപ്പം നിന്ന് ഭക്ഷണം കഴിക്കുന്ന അജിത് ഡോവലിന്റെ ദൃശ്യങ്ങൾ അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. സാധാരണ ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ചും അവരുടെ ആശങ്കകൾ കേട്ടും അദ്ദേഹം അവിടെ സമാധാനം ഉറപ്പാക്കുകയാണ് ചെയ്തത്. വിദേശ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചപ്പോൾ ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കേന്ദ്ര സർക്കാരിനെ പ്രാപ്തമാക്കിയ നയതന്ത്ര നീക്കങ്ങൾക്ക് പിന്നിലും ഡോവലിന്റെ ബുദ്ധി തന്നെയാണ് പ്രവർത്തിച്ചത്. അന്താരാഷ്ട്ര സമൂഹത്തിന് കശ്മീരിലെ യഥാർത്ഥ സാഹചര്യം വിശദീകരിച്ചു കൊടുക്കാൻ അദ്ദേഹം വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ചകളും നടത്തുന്നുണ്ട്. കശ്മീർ വിഷയത്തിന് പുറമെ ദോക്ലാമിൽ ചൈനയുമായി ഉണ്ടായ അതിർത്തി തർക്കത്തിലും ഡോവലിന്റെ ഇടപെടൽ നിർണായകമായിരുന്നു എന്നത് പറയേണ്ടതുണ്ട്. ചൈനീസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം നടത്തിയ രഹസ്യവും പരസ്യവുമായ ചർച്ചകളാണ് മാസങ്ങൾ നീണ്ടുനിന്ന സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങാതെ പരിഹരിക്കാൻ സഹായിച്ച പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയുടെ അതായത് CAA നിയമ സമയത്തൊക്കെ ഡൽഹിയിലുണ്ടായ സംഘർഷങ്ങൾ നിയന്ത്രിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെയാണ് നിയോഗിച്ചിരുന്നത്. സംഘർഷബാധിത പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുകയും പോലീസിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. സൈനികമായ കരുത്തിനേക്കാൾ വിവരശേഖരണത്തിനും കൃത്യമായ സമയത്തുള്ള ഇടപെടലുകൾക്കും അദ്ദേഹം നൽകുന്ന മുൻഗണനയാണ് ഓരോ ദൗത്യത്തെയും വിജയകരമാക്കിയത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയിൽ അദ്ദേഹം പുലർത്തുന്ന ഈ ജാഗ്രതയാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് തന്നെ. നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഒരുപോലെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അജിത് ഡോവൽ എന്ന വ്യക്തിത്വം ഇന്ത്യയുടെ സുരക്ഷാ ചരിത്രത്തിൽ എന്നും സമാനതകൾ ഇല്ലാത്തവരായിട്ട് അദ്ദേഹത്തെ മാറ്റുന്നുണ്ട്. അതുതന്നെയാണ് ഇന്ത്യയുടെ രക്ഷാകവചവും വജ്രായുധമാക്കിയിട്ട് അജിത് ഡോവലിനെ മാറ്റുന്നത്. അപ്പോൾ അജിത് ഡോവലിനെ കുറിച്ചുള്ള ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.